ഇങ്ങനെ പിന്നെങ്ങനെ? ബംഗ്ലാദേശിലെ ഗവൺമെന്റിനെ അട്ടിമറിച്ചിട്ട് അമേരിക്കയ്ക്ക് ഒന്നും നേടാനില്ല എന്ന് മാത്രമല്ല, അമേരിക്കയ്ക്ക് ദോഷം മാത്രമേ വരാനുള്ളൂ. നമസ്കാരം, ഇങ്ങനെ പിന്നെ എങ്ങനെയൊക്കെ സ്വാഗതം. ഞാൻ വെറുതെ പറയില്ല, ഞാൻ 2-3 ഫാക്ട്സ് നിരത്താം. ഒന്ന്, നമുക്ക് അനലൈസ് നോക്കാം. അമേരിക്കയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ശത്രു എന്ന് ആരാണ്? ചൈനയാണ്. കാരണം ചൈനയുടെ ഗ്രോത്ത് ആണ് അമേരിക്കയ്ക്കുള്ള ഏറ്റവും വലിയ ഭീഷണി. ഇന്ത്യ അവർക്കൊരു ഏരിയല്ല. അപ്പോ ബംഗ്ലാദേശിലെ ഗവൺമെന്റിനെ അട്ടിമറിച്ചാൽ അവിടെ ഉണ്ടാവുന്ന ഈ ക്രൈസിസ് കൊണ്ട് ആർക്കാണ് ഗുണം ദോഷം? ചൈനയ്ക്ക് നല്ലതാണ്, ഇന്ത്യക്ക് പൊട്ടയാണ്. ചൈന സ്ട്രെങ്തൻ ആവുകയാണ്, ഇന്ത്യ വീക്ക് ആവുകയാണ്. അപ്പൊ ഇന്ത്യനെ വീക്കും ചെയ്തിട്ട് അമേരിക്കയ്ക്ക് ഗുണമുണ്ടോ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനും കൂടുതൽ അവർക്ക് വേണ്ടത് ചൈന സ്ട്രോങ് ആവേണ്ടിരിക്കലാണ്. കാരണം ചൈനയാണ് അവരുടെ മെയിൻ ശത്രു, ഇന്ത്യ അല്ല. അപ്പോ ചൈനയെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാണ് ബംഗ്ലാദേശിലെ ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ഇത് ചെയ്തത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നുണ്ട്. ഡീപ് സ്റ്റേറ്റ് കൊണ്ട് എന്താ ഗുണം? ഡീപ് സ്റ്റേറ്റും ചെയ്യുന്നത് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ്. അമേരിക്കയ്ക്ക് ഇതിൽ ഒരു ഗുണമില്ല എന്ന് മാത്രമല്ല, അമേരിക്കയ്ക്ക് ദോഷമുണ്ട്. ഡീപ് സ്റ്റേറ്റ് ഒരിക്കലും അമേരിക്കയ്ക്ക് ദോഷം വരുന്ന കാര്യം ചെയ്യില്ല. എന്താണ് ദോഷം അമേരിക്കയ്ക്ക്? കാരണം ഈ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെന്റിനെ അട്ടിമറിച്ചിട്ട് അവിടെ വന്നിട്ടുള്ള ഗവൺമെന്റ് ഇസ്ലാമിസ്റ്റ് ഗവൺമെന്റ് ആണ്, ജിഹാദി ഗവൺമെന്റ് ആണ്. ഇന്ന് അമേരിക്കനെ ശത്രുവായിട്ട് കാണുന്നത് ഏറ്റവും കൂടുതൽ ലോകത്തില് ഇസ്ലാമിസ്റ്റ് ആണ്. ജിഹാദികളുടെയൊക്കെ മെയിൻ ശത്രു അമേരിക്കയാണ്. ഐസിസ് ആയാലും അൽഖയ്ദ ആയാലും ഏത് ഓർഗനൈസേഷൻ എടുത്താലും ഇസ്ലാമിസ്റ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ശത്രു അമേരിക്കയാണ്. അപ്പോ ബംഗ്ലാദേശിൽ ഒരു ഇസ്ലാമിസ്റ്റ് ഗവൺമെന്റ് വന്നുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു ഗുണമില്ല. പിന്നെ നമ്മളോടൊക്കെ മീഡിയ പറയുന്നത് അവിടെ ഒരു മിലിറ്ററി ബേസ് വേണിരുന്നു അമേരിക്കയ്ക്ക്, അത് അനുവദിക്കാതുകൊണ്ട് വന്നതാണ്. നിങ്ങൾക്കറിയൂ, ലോകത്തില് അമേരിക്കയ്ക്ക് ബിറ്റ്വീൻ 700 and 800 മിലിറ്ററി ബേസസ് ഉണ്ട്. അപ്പൊ നമ്മുടെ നെയ്ബർഹുഡ് എടുക്കുകയാണെങ്കിൽ തന്നെ പാകിസ്ഥാനിൽ ഉണ്ട്, അഫ്ഗാനിസ്ഥാനിൽ അവർ ഒഴിവാക്കിയതാണ്, മിഡിൽ ഈസ്റ്റിൽ മുഴുവൻ ഉണ്ട് ബേസ്. അമേരിക്കയ്ക്ക് ബേസ് ഇല്ലാത്ത സ്ഥലമില്ല. അപ്പോ ഈ ബംഗ്ലാദേശിൽ ബേസ് കിട്ടാത്തതുകൊണ്ടാണ് അവിടുത്തെ ഗവൺമെന്റ് അട്ടിമറിച്ചെന്ന് പറയുന്നത്. ഞാൻ അതിന്റെ വേറൊരു സൈഡ് പറയാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഇസ്ലാമിസ്റ്റ് ഗവൺമെന്റ് അമേരിക്കനെ ഒരു ബേസ് ഉണ്ടാക്കാൻ സമ്മതിക്കുന്നു? ഒരിക്കലും സമ്മതിക്കില്ല. ഷെയ്ഖ് ഹസീനെക്കാട്ടും 10,000 ഇരട്ടി അമേരിക്കയ്ക്ക് അഗേൻസ്റ്റ് ആണ് ഇപ്പോഴത്തെ ഇസ്ലാമിസ്റ്റ് ഗവൺമെന്റ്. ഈ മുഹമ്മദ് യൂനിസ് എന്നൊരു പപ്പറ്റാണ്. അദ്ദേഹം ലെഫ്റ്റ് ലീനിങ് ആളാണെങ്കിൽ പോലും അദ്ദേഹത്തിന് അവിടെ യാതൊരു കഴിവില്ല. കൺട്രോൾ ചെയ്യുന്നത് മുഴുവൻ ജിഹാദികളാണ്. ജിഹാദികൾ ഒരിക്കലും അമേരിക്കയ്ക്ക് ബംഗ്ലാദേശിൽ ഇനി ഒരു ഫുട് ഹോൾഡ് കൊടുക്കില്ല. അപ്പോ എന്താണ് അമേരിക്കയ്ക്കൂടെ ഗുണം? നിങ്ങളൊന്ന് ആലോചിക്കോ. ചൈനയെ സ്ട്രെങ്തൻ ആക്കി, അവർക്ക് ഈ പറയുന്ന ബേസ് കിട്ടിയില്ല. പിന്നെ എന്തിനാണ് അത് അമേരിക്ക ചെയ്തത്? അതറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കൂ. ഇത് CNN വന്നാണ്. In a new memo, Republicans on the House Oversight Committee say 3 Biden family members in 2017 received over $1 million indirectly from a Shanghai-based company, State Energy HK Limited. The money came after Biden associate John Robinson Walker received a $3 million wire from the same company, a transaction that was first publicized by Senate Republicans in 2020. Walker then transferred a third of those funds to various Biden family bank accounts over a 3-month period. അതായത് CNN പറയാൻ കേട്ടോ. CNN എന്ന് പറഞ്ഞെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും ബൈഡന്റെയും ഫുൾ സപ്പോർട്ടേഴ്സ് ആണ്. അവര് പറയുന്നത് എന്താണ്? ബൈഡൻ ഫാമിലി ചൈനയിൽ നിന്ന് ഒരുപാട് പൈസ ബ്രൈബായിട്ട് വാങ്ങിയിട്ടുണ്ട്, ഒരുപാട് കൈക്കൂലി വാങ്ങിയെന്ന് പറയുന്നത് കേട്ടല്ലോ. മില്യൺ കണക്കിന് ഡോളറാണ് വാങ്ങിയിട്ടുള്ളത്. ഇനി അടുത്ത വീടിന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. I have never discussed with my son or my brother or anyone else anything having to do with their businesses, period. അതിൽ ബൈഡൻ പറയുന്നത് എന്താണ്? ഹേയ്, എന്റെ മോൻ പൈസ വാങ്ങി, ഈ മോനായിട്ട് എനിക്ക് യാതൊരു ബിസിനസ് ബന്ധങ്ങളും ഇല്ല, അതുകൊണ്ട് ആളൊരു പ്രൈവറ്റ് സിറ്റിസൺ ആണ്, അതുകൊണ്ട് ഇതിൽ യാതൊരു യുക്തിയുമില്ല. ഹണ്ടർ ബൈഡൻ പൈസ വാങ്ങിയെങ്കിലും എനിക്ക് യാതൊരു ബന്ധമില്ല എന്ന് പറയുന്നത്. ഇനി അവിടെ നിൽക്കുന്നില്ല. നിങ്ങൾ അടുത്ത ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കൂ. House Republicans stepping up their probe into Hunter Biden and other members of President Joe Biden's family, digging into overseas business dealings with the Chinese energy company, hoping to find evidence tying the payments to the president himself, but have yet to prove any link. There was a lot of money that transferred from China to the Bidens, and what we want to know is, what did China get in return? കേട്ടല്ലോ, അവർ പറയുന്നത് ചൈനയുടെ പൈസ വാങ്ങിയിട്ടുണ്ട്, പക്ഷെ അതിന് തിരിച്ചു കൊടുത്ത സർവീസ് എന്താണെന്ന് അറിയില്ലെന്ന്. ഇത് എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർമ്മ വരുന്നുണ്ടോ? നമ്മുടെ നാട്ടില് വീണ വിജയൻ മാസപ്പടി വാങ്ങിയിട്ട് എന്താ സർവീസ് കൊടുത്തെന്ന് ആർക്കും അറിയില്ലല്ലോ. അതേമാതിരിയാണ് ചൈനയുടെ ഹണ്ടർ ബൈഡൻ അല്ലെങ്കിൽ ബൈഡൻ ഫാമിലി ഒരുപാട് പൈസ വാങ്ങിയിട്ടുണ്ട്, അതിന് സർവീസ് കൊടുക്കുന്നതാണ് ഈ കാണിക്കുന്നത്. കാരണം ചൈനയുടെ ആവശ്യമാണ് ഇന്ത്യനെ വീക്കൻ ചെയ്യണം എന്നുള്ളത്. ചൈനയുടെ ഏറ്റവും വലിയ ആവശ്യം ഏതാണ്? ഇന്ത്യയിൽ എത്രയും ഇൻസ്റ്റബിലിറ്റി വരുന്നോ അത് ചൈനയ്ക്ക് ബെനിഫിഷ്യൽ ആണ്. ഇപ്പൊ ചൈനയുടെ എല്ലാ ബിസിനസ്സും എല്ലാം ഇന്ത്യയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യ
ഇക്കോണമിയിൽ ഫോക്കസ് ചെയ്യാണ്ട് ഈ നെയ്ബറിംഗ് കൺട്രീസിലെ പ്രോബ്ലത്തിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ചൈന സ്ട്രോങ് ആവാണ്. ഓൾറെഡി അവിടെ ഹിന്ദുക്കളെ കൊല്ലുന്നതുകൊണ്ട് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യണം? ഇപ്പൊ ഇന്ത്യ എന്ത് ചെയ്യണം എന്ന് നിൽക്കുകയാണ്. കാരണം ഹിന്ദുക്കളെ കൊല്ലുമ്പോൾ ഇടപെടണ്ടേ ഇതൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഇന്ത്യയുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യാണ് ഇക്കണോമിക് ഗ്രോത്ത് നിന്ന് ബൈലാറ്ററൽ റിലേഷൻഷിപ്പിലേക്ക്. അതുകൊണ്ട് ആർക്കാ ഗുണം വരുന്നത്? ചൈനയ്ക്ക് മാത്രം ഗുണം വരുന്നത്. ഇസ്ലാമിസിന് ഗുണം വരുന്നുണ്ട്, പക്ഷെ ഫണ്ട് ചെയ്യുന്നത് ചൈനയാണ്. ഇസ്ലാമിസ് ഫണ്ട് ചെയ്തൊന്നും നമുക്ക് അറിയില്ല. ഇപ്പൊ ചൈന ഫണ്ട് ചെയ്ത കാര്യം മാത്രമേ പുറത്തേക്ക് വന്നിട്ടുള്ളൂ. ഇവിടെ ചൈനയ്ക്ക് വേണ്ടിയിട്ടാണ് ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന ഗവൺമെന്റിനെ ജോ ബൈഡൻ അട്ടിമറിച്ചത്. അമേരിക്കയല്ല, ജോ ബൈഡൻ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് കോളത്തിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം. ഇതേപോലെ തന്നെ ഞാൻ 2 ആഴ്ച മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഡൊണാൾഡ് ട്രംപ് ഉടനെ ഇലോൺ മസ്കിനെ അദ്ദേഹത്തിന്റെ ഇന്നർ സർക്കിളിൽ നിന്ന് പുറത്താക്കുന്നു വന്നിട്ട്. ആ വീഡിയോയിൽ അതിനുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാണണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കൂ, ആ വീഡിയോ കാണാൻ പറ്റും. നന്ദി, നമസ്കാരം.